ഇടത് സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയായിരുന്നു കിഫ്ബി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശിച്ചതോടെ പദ്ധതികളുടെ മുന്നോട്ട് പോക്ക് എങ്ങനെയാകും എന്നതിൽ നിലവിൽ വ്യക്തതയില്ല. കിഫ്ബി വിഷയത്തിൽ എന്താണ് വി ഡി സതീശന്റെ മനസ്സിലിരിപ്പ് എന്നത് ഏറെ പ്രധാനമാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന മണിക്കൂറുകൾ കൂടിയാണ്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ശ്രീജിത്ത്, കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ നിലപാട് എന്താകും എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ചില സൂചനകൾ വന്നിരുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിൽ കിഫ്ബിയുടെ പ്രവർത്തനത്തിലടക്കം നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായി ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ ഇന്ന് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ സർക്കാർ പല പദ്ധതികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലായി വിശേഷിപ്പിച്ചത് കിഫ്ബി ആയിരുന്നു. അങ്ങനെ കിഫ്ബിയെ മാറ്റി നിർത്തിയാൽ എങ്ങനെയാകും ഈ സർക്കാർ പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുക? കിഫ്ബി ഒഴിവാകുന്ന നിലയിലാണോ? കിഫ്ബി ഒഴിവാക്കിയുള്ള വികസന പദ്ധതികൾക്കാണോ, വികസന പ്രവർത്തനങ്ങൾക്കാണോ ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? അസിത, കിഫ്ബിക്ക് മേൽ ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കിഫ്ബിയുടെ പദ്ധതികളാകെ നിർത്തിവെച്ചുവെന്നോ കിഫ്ബി ഏറ്റെടുത്തിരിക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കില്ലെന്നോ അല്ല. മറിച്ച് കിഫ്ബി അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നടത്തിയ ഇടപെടൽ അതുപോലെ തന്നെ തുടരും. എന്നാൽ കിഫ്ബി അതിനപ്പുറത്തേക്ക് കടന്നുള്ള ചില വലിയ തോതിലുള്ള ചെലവഴിക്കലുകൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയിരുന്നു. അങ്ങനെ ഏതാണ്ട് 120 കോടിയോളം രൂപ ചെലവഴിച്ച് വൻതോതിൽ LDF സർക്കാരിൻ്റെ ക്യാമ്പയിൻ നടത്തുന്ന ഒരു സംവിധാനമായി കിഫ്ബി മാറി. അത്തരത്തിലുള്ള ധൂർത്തും കെടുകാര്യസ്ഥ നിറഞ്ഞ ഇടപെടലുകളും നിയന്ത്രിക്കുമെന്ന് തന്നെയാണ് ഇന്ന് ചേർന്ന കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിലുണ്ടായിരിക്കുന്ന തീരുമാനം. അത് ആ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഇത്തരം ദുർച്ചെലവുകൾക്കും ധൂർത്തിനും ഉള്ള നിയന്ത്രണമാണ്. മാത്രമല്ല, കിഫ്ബി ഏതാണ്ട് ഒരു സ്വതന്ത്ര സംവിധാനം പോലെയാണ് കഴിഞ്ഞ 10 വർഷക്കാലവും പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അത് ധനകാര്യ വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് എന്നത് പലപ്പോഴും മറന്നു. കിഫ്ബിയുടെ CEO മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അനന്തമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കിഫ്ബി ഒരു സാമ്രാജ്യം പോലെ പ്രവർത്തിക്കുകയായിരുന്നു. ആ പ്രവർത്തനത്തിന് തടയിടുമെന്ന കാര്യം ഇന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സാമ്രാജ്യം പോലെ കിഫ്ബി എന്ന സംവിധാനത്തെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല. എല്ലാ കിഫ്ബിയുടെ നടപടികളും തീരുമാനങ്ങളും ധനവകുപ്പ് അറിയണം. മുൻകാലങ്ങളിൽ ധനവകുപ്പ് അറിയാതെയാണ് അതെല്ലാം നടന്നിരിക്കുന്നത് എന്ന് കൂടിയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നിയന്ത്രണങ്ങളാണ് കിഫ്ബിയുടെ കാര്യത്തിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം. കിഫ്ബിക്ക് വേണ്ടി നടപ്പ് സാമ്പത്തിക വർഷം മുതൽ ഏതാണ്ട് 3300 കോടിയോളം രൂപ അതിൻ്റെ വായ്പാ തിരിച്ചടവുകൾക്കായി ഇനി സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ടി വരും. ബജറ്റിന് പുറത്തുള്ള വരുമാന സ്രോതസ്സായി വിഭാവനം ചെയ്ത ഒരു സംവിധാനത്തിന് ബജറ്റ് തുകയിൽ നിന്ന് തന്നെ പണം ചെലവഴിക്കേണ്ട അവസ്ഥ ഇപ്പോഴുണ്ട്. കാരണം ഞാനും അസിത സഹീറും അടക്കം ആളുകൾ അടയ്ക്കുന്ന വാഹന നികുതിയുടെ 50% പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്. അതാണ് കിഫ്ബിയുടെ പ്രധാനപ്പെട്ട വരുമാനം. ഒപ്പം തന്നെ ഇന്ധന സെസ്സും കിഫ്ബിയിലേക്കാണ് പോകുന്നത്. ഇതുകൂടാതെ മറ്റു തരത്തിലുള്ള പേയ്മെൻറ്റുകളും കിഫ്ബിക്ക് സർക്കാർ നൽകുന്നുണ്ട്. അങ്ങനെയാണ് കിഫ്ബി എടുത്ത വായ്പകളിലും മറ്റും തിരിച്ചടവ് ഉറപ്പുവരുത്തുന്നത്. എന്നാൽ വരുമാനദായകമായ പദ്ധതികൾ അല്ലെങ്കിൽ റവന്യൂ മോഡലായിട്ടുള്ള പദ്ധതികൾ കിഫ്ബി ഏറ്റെടുക്കണം എന്നതാണ് പുതിയ സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഒരു റവന്യൂ മോഡലായി കിഫ്ബിയെ മാറ്റണം, കിഫ്ബിയുടെ ഏറ്റെടുക്കുന്ന പദ്ധതികളെ മാറ്റണമെന്ന പുതിയ കാഴ്ചപ്പാട് കൂടിയാണ് ഉള്ളത്. എന്തായാലും കിഫ്ബിയുടെ എല്ലാ ഇതുവരെ നടന്ന ഇടപാടുകളുമെല്ലാം ഓഡിറ്റിന് വിധേയമാക്കും. പുറത്തുള്ള ഏജൻസി ഉപയോഗിച്ച് കിഫ്ബി ഒരു സമഗ്ര ഓഡിറ്റിന് വിധേയമാക്കും. മാത്രമല്ല, അത് സെബി അടക്കമുള്ള ആളുകളെ അറിയിച്ചുകൊണ്ട് ഓഡിറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പോലുള്ള നിബന്ധനകളുണ്ട്. അല്ലാത്ത പക്ഷം വൻതുക ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കിഫ്ബിയുടെ എല്ലാ ഇടപാടുകളും ഓഡിറ്റ് ചെയ്യും. ആ ഓഡിറ്റ് സെക്യൂരിറ്റി ബോർഡ്, എക്സ്ചേഞ്ച് ബോർഡിനെ അറിയിക്കുന്ന അടക്കമുള്ള നടപടികൾ ചെയ്യും. അങ്ങനെ നിയമാനുസൃതമായ ഒരു ഇടപെടലിന്, ഒരു പരിഷ്കാരത്തിന് കിഫ്ബിയിൽ ധനവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന കൂടി മുഖ്യമന്ത്രി നടത്താൻ പോവുകയാണ്. അതിനർത്ഥം കിഫ്ബിയുടെ പദ്ധതികളാകെ നിലച്ചെന്നോ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അവസാനിപ്പിക്കുന്നോ എന്നല്ല, മറിച്ച് കാര്യക്ഷമത, ചെലവഴിക്കുന്ന പണത്തിൻ്റെ കാര്യക്ഷമത അത് ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ഉന്നമിടുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ നയം എന്താണ് എന്നുള്ളത് കൂടി വ്യക്തമാക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.